ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ വലിയൊരു അപ്ഡേഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ജിയോ അവരുടെ ക്രിപ്റ്റോ കറൻസി കോയിൻ അവതരിപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ വൈകാതെ മാർക്കറ്റിൽ ജിയോയുടെ ക്രിപ്റ്റോ കോയിനുകൾ ലഭ്യമായിരിക്കും. അപ്പോൾ അതിന് എത്രമാത്രം മൂല്യമുണ്ടായിരിക്കും, എങ്ങനെയാണ് അത് വാങ്ങിക്കുക എന്നുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ടെലികോം മേഖലയിലെ വളരെ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള റിലയൻസ് ജിയോ തങ്ങളുടെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളത് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ വാങ്ങിച്ച് അതിൻ്റെ മാർക്കറ്റ് വശങ്ങളൊക്കെ മനസ്സിലാക്കി വാങ്ങിച്ചു വെക്കാൻ നമ്മൾ നോക്കുക. ഏതായാലും എങ്ങനെയാണ് ആ കോയിൻ വാങ്ങിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. മറിച്ച് ജിയോസ്ഫിയർ എന്നുള്ള ബ്രൗസർ വഴി നമുക്ക് അതിലൂടെ ബ്രൗസ് ചെയ്യുന്നതിലൂടെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും ജിയോസ്ഫിയർ എന്ന് പറഞ്ഞ ബ്രൗസർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിലൂടെ ബ്രൗസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ജിയോ കോയിൻ സമ്പാദിക്കാൻ പറ്റും. നിലവിൽ വാങ്ങിക്കുക, വിൽക്കുക, ട്രാൻസ്ഫർ ചെയ്യുക, റിഡീം ചെയ്യുക എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ നിലവിൽ അത് ഏൺ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ജിയോ ബ്രൗസർ വഴി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നീട് അത് ജിയോ ആപ്പിലൂടെ റിഡീം ചെയ്യാനുള്ള ഓപ്ഷനും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരും. മാത്രമല്ല കോയിനെക്സ്, സെപ്പേ പോലെയുള്ള ആപ്ലിക്കേഷനിലൂടെ ക്രിപ്റ്റോ കറൻസി ട്രേഡ് നടത്താനും മറ്റും പിന്നീട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജിയോ കോയിൻ്റെ നിലവിലുള്ള വാല്യൂ നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഏകദേശം $0.5 ആണ്. 43 രൂപ 30 പൈസയാണ് മാർക്കറ്റിലേക്ക് ജിയോ കോയിൻ വരുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള, നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന വില എന്ന് പറഞ്ഞാൽ 43.30 പൈസയാണ്. അപ്പോൾ ഇതിൻ്റെ വളർച്ച നമുക്കറിയാം. ജിയോ എന്ന് പറഞ്ഞാൽ വൻകിട കമ്പനിയാണ് റിലയൻസ്. അപ്പോൾ ഇവിടെ വളർച്ച എന്ന് പറയുന്നത് അത്ര പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല. ജിയോ മാർട്ട്, റിലയൻസ് ഗ്യാസ് സ്റ്റേഷൻ. അപ്പം ഇത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയുടെ ആപ്ലിക്കേഷൻ വഴി നമ്മളിപ്പോൾ കറൻസി ഉപയോഗിക്കുന്നത് പോലെ ജിയോയുടെ ക്രിപ്റ്റോ കറൻസിയും ഉപയോഗിക്കാൻ പറ്റും. ജിയോയുടെ ഗ്യാസ് സ്റ്റേഷനുകളിൽ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി റിഡീം ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഗ്യാസ് വാങ്ങിക്കാം. അതുപോലെ ഇതിൻ്റെ ഷോപ്പുകളിൽ ജിയോ മാർട്ട് പോലെയുള്ള അതിലൂടെയൊക്കെ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിലവിൽ 450 മില്യൺ ഉപഭോക്താക്കളാണ് ജിയോക്കുള്ളത്. ആ ഒരു ഉപഭോക്താക്കൾ വെച്ചിട്ട് ജിയോ കോയിൻ്റെ പ്രസക്തിയും അല്ലെങ്കിൽ അതിൻ്റെ പ്രചരണവും എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഇന്ത്യൻ ടാക്സ് നിയമപ്രകാരം 1% TDSഉം 30% ഗെയിനിലുള്ള ടാക്സുമാണുള്ളത്. അപ്പോൾ അതിൻ്റേതായ റെഗുലേഷൻ വഴി ജിയോ കോയിനിലും ഉണ്ടാകും. അപ്പോൾ ജിയോ കോയിനെ അവതരിപ്പിക്കുമ്പോൾ ഇന്ത്യൻ കോയിൻ ആയതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട 30% ടാക്സും ഗെയിൻ ടാക്സും 1% TDS ഒക്കെ വളരെ കൃത്യമായി തന്നെ പരിഗണിക്കപ്പെടും. അപ്പോൾ പരമാവധി എല്ലാവരും ജിയോ കോയിൻ വാങ്ങിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ മാർക്കറ്റ് വശങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കോയിൻ വാങ്ങിക്കാൻ ശ്രമിക്കുക. അത് ഭാവിയിൽ ഒരു പക്ഷേ നല്ല ഉയർച്ചയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഏതായാലും അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഓക്കെ, ഇവിടെ അവസാനിക്കുന്നു.